ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് മാങ്ങ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി മാംഗോ ജാമിൻ്റെ റെസിപ്പി ഒന്ന് പരിചയപ്പെടാം. വെറും 3 ഇൻഗ്രീഡിയൻസ് മതി നല്ല ടേസ്റ്റുള്ള മാംഗോ ജാം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. എന്നാൽ ഒട്ടും താമസിപ്പിക്കാതെ തന്നെ നമ്മൾ നമ്മുടെ ആ ഒരു കുക്കിങ്ങിലേക്ക് കടക്കുകയാണ്. ഇവിടെ ഈ ജാം ഉണ്ടാക്കുന്നതിലേക്കായിട്ട് നല്ല പഴുത്തതും മധുരമുള്ളതുമായിട്ടുള്ള 3/4 കിലോ മാമ്പഴം എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്കിവയെല്ലാം തൊലി കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു ജാറിലേക്കിട്ട് നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചെടുത്ത് വയ്ക്കാം. ജാമിന് വേണ്ട മാമ്പഴം ഇതുപോലെ എപ്പോഴും ഒരു പേസ്റ്റ് പരുവത്തിന് തരികളൊന്നും ഇല്ലാതെ വേണം അരച്ചെടുത്ത് വയ്ക്കാൻ. അതുപോലെ നല്ല മധുരമുള്ള മാമ്പഴമായിരിക്കണം ജാമ് തയ്യാറാക്കാനായിട്ട് എടുക്കാൻ. അല്ലെങ്കിൽ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു പഞ്ചസാരയുടെ ടേസ്റ്റ് മാത്രമായിരിക്കും എടുത്തു നിൽക്കുക. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ അരച്ച് മാറ്റി വെച്ച മാംഗോ പൾപ്പ് ഇട്ട് കൊടുക്കാം. മാംഗോ പൾപ്പ് മുഴുവനായും കടായിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതോടൊപ്പം തന്നെ 200 ml കപ്പിൽ 1 കപ്പളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിവ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഈ ചേർത്ത് കൊടുത്ത പഞ്ചസാരയെല്ലാം നന്നായിട്ട് അലിഞ്ഞ് മാംഗോ പൾപ്പുമായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കിട്ടണം. ശേഷം മാത്രം മധുരം നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അതുമല്ലെങ്കിൽ നമ്മൾ ഈ എടുത്തു വെച്ചിട്ടുള്ള മാമ്പഴത്തിൻ്റെ പൾപ്പുണ്ടല്ലോ, അത് 1.5 കപ്പ് അളവാണെങ്കിൽ അതേ അളവിൽ തന്നെയായിരിക്കണം ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും എടുത്തു വയ്ക്കാൻ. ഇവിടെ നമ്മൾ അളവ് നോക്കിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഒരല്പം ഡൗട്ട് ഉണ്ടായിരുന്നു. എന്തായാലും മധുരം നോക്കിയിട്ട് നമ്മളിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എപ്പോഴും മധുരം നോക്കിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നതാവും കുറച്ചുകൂടി നല്ലത്. അതാകുമ്പോൾ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് മധുരം കുറവുള്ള ജാം വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം. ഇവിടെ ഈ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന പഞ്ചസാരയെല്ലാം അലിഞ്ഞു കുറുകി വരുന്നത് വരെ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം തുടരെ ഇളക്കി കൊടുക്കാൻ. അതുപോലെ തന്നെ ഇതേ രീതിയിലുള്ള നോൺ സ്റ്റിക്ക് പാത്രമായിരിക്കണം ജാം തയ്യാറാക്കാനായിട്ട് എടുക്കാൻ, അല്ലെങ്കിൽ അടുക്കി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഇവിടെ ഈ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന പഞ്ചസാരയെല്ലാം അത്യാവശ്യം അലിഞ്ഞു കുറുകി ആ ഒരു മാംഗോ പൾപ്പിൻ്റെ കളർ തന്നെ ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. ഈ അവസരത്തിൽ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങ നീര് കൂടി ഒഴിച്ച് ഇളക്കാം. ഇനി അങ്ങോട്ട് ഒരല്പം ശ്രദ്ധയോടുകൂടി വേണം ഇളക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ജാമിൻ്റെ പാകം തെറ്റിപ്പോവും. ഇവിടെ ഇപ്പോൾ ജാമിൻ്റെ പാകം ഏകദേശം എത്തിയിട്ടുണ്ട്. ഇനി ഈ ജാമിൻ്റെ കറക്റ്റ് പാകം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സ്പൂണ് ഇടയ്ക്കിടെ ഒന്ന് ഉയർത്തി നോക്കിയാൽ മതിയാവും. ഇതേ ഈ കാണുന്നത് പോലെ ജാം സ്പൂണിൽ ഒലിച്ചിറങ്ങാത്ത ആ ഒരു പരുവമാണെങ്കിൽ അതാണ് നമ്മുടെ ജാമിന് വേണ്ട പാകം. ഇനി ഇതിൻ്റെ ചൂട് ഏകദേശം ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിതൊരു വൃത്തിയുള്ള ജാറിലേക്ക് മാറ്റാം. ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറിയതിന് ശേഷം ജാറിലാക്കാൻ വേണ്ടി നിൽക്കരുത്, അങ്ങനെയെങ്കിൽ ജാം സെറ്റായി പോകും. ഇവിടെ ഇപ്പോൾ ജാം അത്യാവശ്യം സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ നിങ്ങളെടുക്കുന്ന ജാറ് അത് കഴിവതും ഒരു ഗ്ലാസ് ജാറ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം, ജാം എടുക്കാൻ ഉപയോഗിക്കുന്ന സ്പൂണ് നല്ലതുപോലെ തുടച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അല്ലെങ്കിൽ ആ ഒരു സ്പൂണിലെ നനവും മറ്റും തട്ടി ജാം വളരെ പെട്ടെന്ന് കേടായി പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമുക്കിത് ഒരാഴ്ച വരെ റൂം ടെമ്പറേച്ചറിലും അതിനുശേഷം 1 മാസത്തിൽ കൂടുതൽ ഫ്രിഡ്ജിലും വെച്ച് ഉപയോഗിക്കാം. പെട്ടെന്ന് കേടായി പോകുമെന്നുള്ള പേടിയും വേണ്ട, ആദ്യം തന്നെ ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇപ്പോൾ ജാം മുഴുവനായിട്ടും ഈ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 3-4 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഇതിലെ ആ ഒരു ചൂട് മാറുന്നതിനനുസരിച്ച് ജാം സെറ്റായിക്കൊള്ളും. ഇവിടെ ഇപ്പോൾ മേൽ പറഞ്ഞതിൽ കൂടുതൽ ഒരു 12 മണിക്കൂർ വരെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ മാംഗോ ജാം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. മാങ്ങയൊക്കെ സുലഭമായി കിട്ടുന്ന സമയങ്ങളിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഫലപ്രദമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. തുടർന്ന് മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.